എല്ലാവർക്കും നമസ്കാരം. അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂരുരുട്ടാതി നാളിനെ കുറിച്ചാണ്. പൂരുരുട്ടാതി നക്ഷത്രം 2 രാശികളിലുണ്ട്. ഒന്ന് മീനൻ രാശിയിലും പിന്നെ കുംഭൻ രാശിയിലും. രാശികളില് 12ഉം 11 രാശികളാണ് മിഥുനൻ രാശിയും കുംഭൻ രാശി. പൂരുരുട്ടാതിയുടെ 3/4 നക്ഷത്രങ്ങൾ കുംഭൻ രാശിയിലും 1/4 നക്ഷത്രം മീനൻ രാശിയിലുമാണ്. ഒരു രാശിയിൽ 2.25 നക്ഷത്രം വീതമാണ്. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അതിന്റെ വസ്തുതകൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 27 നക്ഷത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ആഴ്ചകളിൽ കൂടെ തന്നെ നമ്മൾ ഓരോ ഗ്രഹത്തിന്റെ പേരുകൾ മനസ്സിലാക്കുന്നു. മാസങ്ങൾ, ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങള്, അതിൽ കൂടി തന്നെ നമ്മൾ ഈ മാസങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ഈ മാസങ്ങളുടെ പേര് തന്നെയാണ് രാശികൾക്കും കൊടുത്തിട്ടുള്ളത്. പൂരുരുട്ടാതി നക്ഷത്രം 2 രാശിയിലുണ്ടെന്ന് പറഞ്ഞു, കുംഭൻ രാശിയിലും മീനൻ രാശിയിലും. ഈ 2 രാശിയുടെയും സിമ്പലുകൾ എന്ന് പറയുമ്പോൾ സ്വരൂപം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇതിന്റെ 2ന്റെയും സ്വരൂപങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതായത് ഇവിടെ കുംഭൻ രാശി ഒരു പുരുഷൻ കുടം തോളിലേന്തിയ ഒരു ചിഹ്നം എന്ന് പറയും. മീനൻ രാശി 2 മത്സ്യങ്ങള്, അവയുടെ വാൽ തലകള് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു രൂപം. ആ സ്വരൂപമാണ്. ഇങ്ങനെ ഓരോ രാശിക്കും ഓരോ സ്വരൂപങ്ങളുണ്ട്. അപ്പോൾ ഈ രാശിയുടെ ആധിപത്യം എന്ന് പറയുന്നത്, ഇപ്പൊ കുംഭൻ രാശിയുടെ ആധിപത്യം ശനിക്കാണ്, മീനൻ രാശിക്കും വ്യാഴം. 2ന്റെ സ്വഭാവ വ്യത്യാസമായിരിക്കും. വ്യാഴം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ കാണിക്കും. ശനി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളും കാണിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ എന്ന് പറയുമ്പോൾ വ്യാഴമാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാഴവുമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന രാശി മീനൻ രാശിയാണെന്ന് പറയാം. അപ്പം മീനൻ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹത്തിന്റെ പേര് വ്യാഴമാണ്. അപ്പം പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹം വ്യാഴമാണ്. ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിക്ക് 2 സ്വഭാവ സവിശേഷതകൾ വരുന്നു. മീനൻ രാശിയുടെയും ഒന്ന് കുംഭൻ രാശിയുടെയും. കുംഭൻ രാശിയുടെ ആധിപത്യം ശനിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദശാനാഥൻ, പൂരുരുട്ടാതിയുടെ ദശാനാഥൻ എന്ന് പറയുമ്പോൾ അത് വ്യാഴം. ഇവിടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നൊരു സ്വഭാവമായിരിക്കും. ആത്മീയമായിട്ടുള്ള ചിന്തകള്, ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, നിഗൂഢശാസ്ത്രമൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്, അതായത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമാണ്. കാരണം കുംഭൻ രാശി ഒരു നിഗൂഢതയുണ്ടെന്ന് പറയാം. അതായത് ഈ തോളിലേന്തിയ കുടം വെച്ചിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുടത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് നിറകുടമായിരിക്കാം, ചിലപ്പം അത് ഒന്നുമില്ലാത്ത വെറും കുടത്തിനെ ആയിരിക്കാം തോളിലേന്തിയിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, വെള്ളം കോരാൻ പോകുമ്പോൾ വേണമെങ്കിൽ അതുപോലെ തോളിലേന്തി കൊണ്ടുപോവാം, ചിലപ്പോൾ വെള്ളം നിറച്ച് കൊണ്ടും പോവാം. രണ്ടായാലും അതിനൊരു നിഗൂഢതയുണ്ട്. അപ്പൊ ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെ സാമർഥ്യം ഉണ്ടാവും. അവരത് പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ജാതകവശാല് നോക്കണം ദശാകാലങ്ങളും. ജാതകവശാല് നിഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വ്യാഴത്തിന്റെ ക്ഷേത്രം, മീനൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രത്തെ സംബന്ധിച്ച് വ്യാഴം ധനത്തിന്റെ കാരകൻ, അതുപോലെ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യാം. വ്യാഴം എന്ന് പറയുന്നതേ അറിയാം, ഈശ്വരാധീനമുള്ളൊരു ഗ്രഹമാണ്. നമുക്ക് വ്യാഴം ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം നേട്ടങ്ങളാണ്. 9ാം ഭാവം, 5ാം ഭാവം, ലഗ്നത്തിൽ ഒക്കെ വ്യാഴം നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യാഴം നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലതയുണ്ടാവും. ആ വ്യക്തിക്ക് ഒരു പരിധിവരെ ഈശ്വരന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ പറയാം. ഇവിടെ വ്യാഴം മീനൻ രാശിയിൽ നിൽക്കുന്ന പൂരുരുട്ടാതിയും ആ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹമായ വ്യാഴവും, അതിനെ സംബന്ധിക്കുമ്പോൾ ഇവിടെ അധ്യാപക വൃത്തി, അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ജാതകവശാല് നമ്മൾ നോക്കണം, 10ാം ഭാവത്തെ കൂടെ ചിന്തിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും മീനൻ രാശിയിലിരിക്കുന്ന പൂരുരുട്ടാതിക്ക് ഇപ്പൊ അധ്യാപകനാവാൻ പറ്റില്ല. ചിലപ്പോൾ അയാളുടെ ജാതകവിധി അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്നാലും ഒരു ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ രാശിയുടെയും ആ രാശിനാഥന്റെ, അതായത് ആ വ്യാഴത്തിന്റെയും ആ രാശിയിൽ ശുക്രൻ ഉച്ചനാകുന്ന രാശിയാണ്. ബുധൻ നീചനാകുന്നു എന്ന് പറയാം. ബുധന്റെ നീചത്വം അവിടെ പറയുന്നുണ്ട്. എന്നിരുന്നാലും വ്യാഴത്തിന്റെ ഗുണം വളരെയധികം ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക്, ആ രാശിയിൽ 3 നക്ഷത്രങ്ങളുണ്ട്. അതിൽ പൂരുരുട്ടാതി 1/4 നക്ഷത്രവും ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളുമാണ്.
അതുപോലെ തന്നെ ഇവിടെ ബുധൻ നീചനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്നും അതായത് ആ രാശിയുടെ 4ഉം 7ഉം ഭാവാധിപനായ ബുധൻ നീചനാകുന്നതിനാൽ വിവാഹാദി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ജാതകം നല്ലവണ്ണം നോക്കി വേണം വിവാഹ വിഷയങ്ങൾ എടുക്കാനായിട്ട്. കുംഭൻ രാശിക്കാർക്കാണെങ്കിൽ 7ാം ഭാവം എന്ന് പറയുമ്പോൾ സൂര്യന്റെ ക്ഷേത്രമാണ്. സൂര്യൻ അപ്പോൾ അവിടെയും വിവാഹ കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കണമെങ്കിൽ വ്യക്തമായിട്ട് ജാതക വിശകലനം ചെയ്ത് തന്നെ കൊണ്ടുപോകണം. കുംഭൻ രാശിയിൽ നിൽക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെയും മീനൻ രാശിയിൽ നിൽക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെയും സ്വഭാവങ്ങളിൽ വ്യത്യാസം വരാം. ഏറെക്കുറെ ആ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് സ്വഭാവം പറയാമെങ്കിലും ഇവിടെ രാശി സ്വരൂപത്തെയും രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹത്തെയും ആ രാശിയിൽ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഗ്രഹത്തെയൊക്കെ കൂടെ ചിന്തിച്ചു വേണം നമുക്ക് ഇവിടെ അവരുടെ സ്വഭാവ സവിശേഷതകൾ പറയും. സംഭാഷണ ചാതുര്യം, വാക്സാമർത്ഥ്യം, അലസത എന്നിവ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ചീവീടിന്റെ ബഹളം കേൾക്കുന്നുണ്ട്. കാര്യം മഴക്കാലമാണ്, വയലില് ഉള്ള സ്ഥലമാണ്. അപ്പൊ ഈ പകലാണെങ്കിലും ഇതിന്റെ ഒച്ച ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണിവർ. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും ആകുലതപ്പെടുന്നവരാണിവർ. നല്ല ബുദ്ധിസാമർഥ്യമുള്ളവരാണ്. തൊഴിൽ ഏറ്റെടുത്താൽ പതുക്കെ ചെയ്തു തീർക്കുകയുള്ളൂ. അതിന് കാലതാമസം വരും. എന്നാലും ഏറ്റെടുത്ത ജോലി നന്നായി ചെയ്തു തീർക്കുക തന്നെ ചെയ്യും. നിഷ്പക്ഷതയും പക്വതയും ചിന്താശീലവും ഉണ്ടായിരിക്കും. ആചാരങ്ങളിൽ വിശ്വാസം കുറയും. ത്യാഗശീലം ഉണ്ടായിരിക്കും. അന്യർക്ക് ഉപകാരം ചെയ്യാൻ മടിക്കുകയില്ലെങ്കിലും ചെറിയ ഉപകാരം ചെയ്താലും അത് വലുതാക്കി കാണിച്ച് പൊലിപ്പിച്ച് പറയാനുള്ളൊരു മിടുക്ക് ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും. മതവിശ്വാസം കുറയും. സ്വതന്ത്ര ബുദ്ധിയുള്ളവരായിരിക്കും. സുഖഭോഗങ്ങളില് താല്പര്യമുള്ളതിനാല് അപവാദം കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. കുടുംബക്കാരുമായിട്ട് അടുപ്പക്കുറവുണ്ടാകാം. മാതാപിതാക്കളിൽ നിന്ന് ഗുണം കുറയാം. ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായെന്ന് വരാം. പിതാവിന്റെ സ്വാധീന ശക്തിയാല് പല നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക തകർച്ചകൾ ഒന്നിടവിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവും, ചിലപ്പോൾ സാമ്പത്തിക തകർച്ച ഉണ്ടാവും. ഇത് രണ്ടും ഒരേപോലെ നിൽക്കാനുള്ളൊരു സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാം. കലാവാസന ഉണ്ടാവും. അധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിലൊക്കെ ശോഭിക്കാം. സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയ ധനത്താൽ സുഖജീവിതം അനുഭവിക്കും. പ്രശസ്തി ലഭിക്കും. സമ്പാദ്യശീലം കുറവായിരിക്കും. ബാല്യകാലം കുറെയൊക്കെ സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാവും. ബാല്യകാലത്തൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. യഥാകാലം വിവാഹം കഴിക്കുക, സഹകരിക്കുന്ന പങ്കാളിയെ ലഭിക്കുക, സന്താന ഗുണം ഉണ്ടാവുക, ആവശ്യത്തിന് സ്വത്ത് ലഭിക്കുക തുടങ്ങിയവയിലെല്ലാം ഭാഗ്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് സന്തുഷ്ടകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ യോഗമുള്ളവരാണ്. ഭർത്താവിനെയും സന്താനങ്ങളെയും കുടുംബത്തെയും അത്യധികം സ്നേഹിക്കും. അതുപോലെ കുടുംബജീവിതത്തിലും ഉദ്യോഗത്തിലും പൊതു പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇവർ നല്ല അധികം ശോഭിക്കുന്നവരുമായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ ജനിച്ച വർഷം, മാസം, തീയതി, സമയം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും ഉണ്ടായിരിക്കും. ഈ സ്വഭാവത്തിൽ ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പൊതുവായൊരു സ്വഭാവം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ജാതകവശാലുള്ളൊരു സ്വഭാവം അറിയണമെങ്കിൽ അത് ജാതകം തന്നെ ഗണിച്ചു നോക്കിയതിന് ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പം കുംഭൻ രാശിയാണെങ്കിലും മീനൻ രാശിയാണെങ്കിലും ആ നക്ഷത്രക്കാരുടെ ദശാനാഥനായ വ്യാഴം അതിന്റെ അതിദേവതകളായ കൃഷ്ണൻ, മഹാവിഷ്ണു, ഗണപതി ഇത്യാദി ദേവതകളെ പൂജിക്കുകയും തദവസരങ്ങളിൽ, അതായത് ഏതെങ്കിലും വിധത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളോ ശാരീരിക അസ്വസ്ഥതകളോ ഒക്കെ വരുന്ന അവസരങ്ങളിലൊക്കെ ഈ പറയുന്ന അതിദേവതമാരുടെ പൂജാകാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ഗുണകരമാണ്. ഏതൊരു നക്ഷത്രക്കാർക്കും അവരുടെ ജനിച്ച സമയത്തെ ആസ്പദമാക്കി 9ാം ഭാവത്തെ, ലഗ്നാൽ 9ാം ഭാവത്തെ ചിന്തിച്ച് അത് ചന്ദ്രനാണോ ലഗ്നത്തിനാണോ ബലമുള്ളതെന്ന് മനസ്സിലാക്കി 9ാം ഭാവത്തെ ചിന്തിച്ചിട്ടാണ് ദേവതാ സാന്നിധ്യം നോക്കേണ്ടത്. നമ്മുടെ ദേവതാ സാന്നിധ്യം ഏതാണ്, ഏത് ദേവതയ്ക്കാണ് നമ്മൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഏറെക്കുറെ ആളുകൾ ചിലപ്പോൾ ഈ ഒരു സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും. ചില സ്വഭാവം കാണും. അത് ഈ പറയുന്ന
ചന്ദ്രാലും ലഗ്നാലും ആ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ആ രാശിയിലോട്ട് വീക്ഷിക്കുന്ന ഗ്രഹങ്ങൾ, ആ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ നക്ഷത്രക്കാരും അവരവരുടെ ദശാനാഥന്മാരെ പൂജിക്കുകയും അതിനനുസരിച്ച് പരിഹാരം ചെയ്യുകയും ജാതകവശാലുള്ള ഈശ്വരാധീനമൊക്കെ മനസ്സിലാക്കി പരിഹാരം ചെയ്യുകയും അതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും അനുകൂലമായിട്ടുള്ള ഫലം തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.